സഖ്യയോഗത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പുറത്തുവിട്ടതിൽ ഇടതു പാർട്ടികൾക്ക് അതൃപ്തി. കോൺഗ്രസ് പൊതുധാരണ ലംഘിച്ചുവെന്നാണ് CPIM-ഉം CPI-യും വിലയിരുത്തുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ കഴിയില്ലെന്ന പ്രസംഗത്തിലെ ഭാഗം പുറത്തുവിട്ടതിലും ഇടതു പാർട്ടിക്ക് അതൃപ്തിയുണ്ട്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെ പോയി ആലിംഗനം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യില്ല. എനിക്കതിന് കഴിയില്ല. കാരണം ഞാൻ അദ്ദേഹവുമായി രാഷ്ട്രീയ പോരാട്ടത്തിലാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്ത രാഹുൽ ഗാന്ധിക്ക് പിണറായിയെ ആലിംഗനം ചെയ്യാനാകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഇടതു പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. ഇതിനിടെ ഇന്ത്യ മുന്നണി യോഗത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പുറത്തുവിട്ടതിന് CPI പരസ്യമായി രംഗത്ത് വന്നു. പ്രസംഗം പുറത്തുവിട്ടത് ശരിയായില്ലെന്ന് സന്തോഷ് കുമാർ MP റിപ്പോർട്ടിനോട് പ്രതികരിച്ചു. കോൺഗ്രസ് പൊതുധാരണ ലംഘിച്ചുവെന്നും പ്രസംഗം പുറത്തുവിട്ടത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും സന്തോഷ് കുമാർ പ്രതികരിച്ചു. പ്രസംഗം പുറത്തുവിട്ടതിലെ അതൃപ്തി അറിയിക്കുമെന്നും CPI വ്യക്തമാക്കിയിട്ടുണ്ട്. മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയ സംഭവത്തിലും സന്തോഷ് കുമാർ MP പ്രതികരിച്ചു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് സന്തോഷ് കുമാർ MP കുറ്റപ്പെടുത്തി. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ജാഗ്രത കുറവ് ഉണ്ടായി. നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കുന്നതിൽ ജാഗ്രത ഉണ്ടായില്ല. ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. കോൺഗ്രസിന് അകത്തുള്ളവരും ഇതിൽ പങ്ക് വഹിച്ചിട്ടുണ്ടാകാമെന്നും സന്തോഷ് കുമാർ MP കുറ്റപ്പെടുത്തി. നേതൃത്വത്തിന്റെ അലംഭാവം മറന്നു പോകരുതെന്നും CPI നേതാവ് ചൂണ്ടിക്കാണിച്ചു. കേരളത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് വേണമെന്ന ആവശ്യവുമായി മുന്നോട്ടു പോകുമെന്നും സന്തോഷ് കുമാർ വ്യക്തമാക്കി. ജൂൺ 8 നടന്ന ഇന്ത്യ സഖ്യയോഗത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നേരത്തെ കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യയോഗത്തിൽ പറഞ്ഞു. സമസ്ത മേഖലകളും RSSും BJPയും കൈയടക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാതാക്കരുതെന്ന പൊതു നിലപാടാണ് രാഹുൽ ഗാന്ധി പങ്കുവച്ചത്. ഇന്ത്യ എന്ന ആശയം ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടാകണമെന്നും ആ സമയത്ത് ഒന്നാകാനുള്ള വഴക്കം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉണ്ടാകണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു.